ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചോ? അതെ. ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ടാം എന്താ? ആക്ച്വലി സ്പോർട്സ് എന്ന് പറഞ്ഞാല് ഒരു $100 billion ഇൻഡസ്ട്രിയാണ്. എവിടെ? ഏത് കൺട്രിയില്? ഓൾ ഓവർ ദ വേൾഡ്. $100 billion ഇൻഡസ്ട്രിയാണ്. അതിലിനിപ്പം സൗദി വേൾഡ് കപ്പ് വന്നാൽ അത് ഇന്ത്യ 10 ആവുള്ളൂ. കാരണം അമ്മ എല്ലാത്തിലും വെറുതെ പൈസ ചെലവാക്കുന്നുണ്ട്. മനസ്സിലായി. അത് ഇന്ത്യ 10 ആവുള്ളൂ. പക്ഷെ ഇപ്പൊ നിലവിൽ അത് $100 billion ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ വേർ ഈസ് യുവർ $1 billion? നിങ്ങളെ $1 billion വാല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ ARR അല്ലെങ്കിൽ ആനുവൽ റവന്യൂ $100 million വേണം. ആ $100 million നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നാണ് കാണുന്നത്? അതെ, അതില് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് റവന്യൂ സ്ട്രീംസ് ആണ് ഇപ്പൊ ഓപ്പൺ ആയി വരുന്നത്. നേരത്തെ നമ്മൾ വേറെ ഒരു ബുക്കിംഗ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ആഡ്സ് പോലെ ഇപ്പൊ തന്നെ ഫീച്ചേർഡ് റൺ ചെയ്യുന്നുണ്ട്. ടേഫിന്റെ മെയിനായിട്ട് മാനേജർ ആപ്പ് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. മാനേജർ ആപ്പിലുള്ള ആഡ്സ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് മാനേജർ ആപ്പിൽ കസ്റ്റമർ സൈഡിലല്ല, ഫ്ലഡ് ലൈറ്റ്സിന്റെ കമ്പനീസ് ആഡ് റൺ ചെയ്യുന്നുണ്ട്. ടേഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ടിക്കറ്റ് ആണ്. ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ടർഫിൽ ഒരു മാസം ആവറേജ് ഗെയിം എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 4-5 ഫുട്ബോൾ വേണം. ഓക്കെ, ഒരു ആവറേജ് ഗെയിം നടക്കുന്ന ഗ്രൗണ്ടിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ 600 ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്. ഒരു മാസം അവിടെ ആവശ്യം, കേരളത്തിലെ ഈ ഒരു ചെറിയ മാർക്കറ്റിൽ മാത്രം ആവശ്യമുള്ളത് 2500-3000 ഫുട്ബോൾ ആവശ്യമുണ്ട്. സിമ്പിൾ ചെറിയൊരു സെഗ്മെന്റ് പറഞ്ഞു.